വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ അദ്ദേഹം നാളികേരമൊക്കെ തൊഴുത ശേഷം വിഷ്ണു അതങ്ങ് എറിഞ്ഞുടക്കുകയാണ്. അന്നേരം സത്യകുട്ടിക്ക് വളരെ സന്തോഷമാവുകയാണ്. താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു വീണ്ടും അതിശയപ്പെട്ട് കുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് താങ്ക്സ് മാത്രമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതിപ്പോൾ എന്താ വേണ്ടത് എന്നും പറഞ്ഞിട്ട് വിഷ്ണു തറയിലേക്ക് മുട്ടുകുത്തി ഇരിക്കുകയാണ്, കുഞ്ഞിൻ്റെ അത്രയും പൊക്കം വരാനായിട്ട്. എന്നിട്ട് എനിക്ക് ഒരു മുദ്ദുകവ് വേണം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശാലിനി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശാലിനി ഓർക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ തന്നോട് മുദ്ദുകവ് ചോദിച്ചതും കണ്ണാടിയിലേക്ക് വിഷ്ണുവിൻ്റെ ആ രൂപം നോക്കി കണ്ണാടിയിലേക്ക് ശാലിനി മുദ്ദുകവ് കൊടുത്തതും ഒക്കെ ഓർമ്മിക്കുകയാണ്. അന്നേരം മുദ്ദുകവോ അതെന്താണെന്നും പറഞ്ഞിട്ട് ഈ കുട്ടി ചോദിക്കുന്നുണ്ട്. അന്നേരം അതിപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ചക്കര ഉമ്മ എന്ന് പറയുകയാണ്. അന്നേരം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വേഗം ദാ എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞതിനെ കവിള് ചൂണ്ടിക്കാണിക്കുമ്പോൾ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് സത്യമോളാണെങ്കിൽ ഒരു മുത്തം കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് സന്തോഷമാവുന്നുണ്ട്. അന്നേരം ഇനി മുതൽ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഫ്രണ്ടോ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് അതിശയപ്പെടുകയാണ്. അന്നേരം അതിനെന്തിനാ ഇത്ര സർപ്രൈസ്, വലിയ ആളായത് കൊണ്ടാണോ? എങ്കിൽ ബിഗ് ഫ്രണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആഹാ എന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ വലുതിന് ബിഗ്, അപ്പോൾ ഫ്രണ്ട് കൂട്ടുകാരൻ. ഓക്കെ, അപ്പോൾ എൻ്റെ സ്മാൾ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് വിഷ്ണു കുഞ്ഞിനെ അവിടെ ആ തിട്ടയിലോട്ട് ഇരുന്നിട്ട് ചേർത്ത് പിടിക്കുകയാണ്. ശാലിനി ഇതൊക്കെ കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. കണ്ണൊക്കെ നിറയുന്നുണ്ട് ശാലിനിക്ക്. തുടർന്ന് അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഉടച്ചു കഴിഞ്ഞ് ഇനി അർച്ചനയൊക്കെ കഴിപ്പിച്ച് നമുക്ക് പോണ്ടേ എന്ന് ചോദിക്കുകയാണ്. മോളുടെ അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ പ്രദക്ഷിണം കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ കുട്ടി പറയുകയാണ്. എങ്കിൽ വാ എന്ന് വിളിച്ചിട്ട് വിഷ്ണു ആണെങ്കിൽ ഈ കുട്ടിയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ്. എന്നിട്ട് ശാലിനിയെ ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു പിന്നെ കുട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നതും നടന്നു പോകുമ്പോൾ ഒരു കാര്യം പറയുന്നതും രണ്ടുപേരും ഞങ്ങൾ ചിരിക്കുന്നതും ഒക്കെ ശാലിനിക്ക് അതിയായ ഒരു സന്തോഷകരമായ കാഴ്ച തന്നെയാണ്. അച്ഛനും മകളും പരസ്പരം അറിയില്ലെങ്കിലും അത് ശാലിനിക്ക് സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ്. തുടർന്ന് സത്യഭാമയുടെയും ശ്യാമയുടെയും അടുത്തേക്ക് ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നുണ്ട്. ഇതേസമയം ഇവരുടെ പുറകെ വരുന്ന ശാലിനി വീണ്ടും അങ്ങ് മറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് തിരുമേനി ആ പ്രസാദം കൊണ്ടുവരികയാണ്. വിളക്ക് തൊട്ട് തൊഴുവാനായിട്ട് കൊണ്ടുവരുമ്പോൾ ശ്യാമ തൊട്ട് തൊഴുന്നുണ്ട്, സത്യഭാമ തൊട്ട് തൊഴുന്നുണ്ട്. പപ്പിക്കുട്ടിയെ കൊണ്ട് സത്യഭാമ ഇങ്ങനെ കൈ തൊട്ട് തൊഴിയിക്കുകയാണ്. അന്നേരം സത്യമോളാണെങ്കിൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു തൊട്ടങ്ങ് തൊഴുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടിയാണെങ്കിൽ അത് തൊഴുന്നില്ല, തീ കാരണം അതിങ്ങനെ നിൽക്കുകയാണ്. അന്നേരം മോളെന്താ തൊഴുവാത്തതെന്ന് പറഞ്ഞിട്ട് സത്യയുടെ കൈ പിടിച്ച് ഇങ്ങനെ തൊട്ട് കൈയിലേക്കും മുഖത്തേക്കും നെറ്റിയിലേക്കും കണ്ണിലേക്കും ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം ചന്ദനം കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ എല്ലാവരും തൊടുകയാണ്. തുടർന്ന് തിരുമേനി പപ്പിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോളുടെ ആദ്യത്തെ ദിവസമല്ലേ സ്കൂളിൽ, മോൾക്ക് ആരാവണമെന്നാണ് ആഗ്രഹമെന്ന്. അന്നേരം കുട്ടി പപ്പിക്കുട്ടി പെട്ടെന്ന് എനിക്ക് കളക്ടർ ആവണം എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയുടെ മുഖം അങ്ങ് ദേഷ്യമാവുന്നുണ്ട്. പക്ഷേ ശ്യാമയ്ക്കും വിഷ്ണുവിനും സന്തോഷമാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് സത്യഭാമയ്ക്ക് കഴിയുന്നില്ല. അയ്യോ അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട എന്നിങ്ങനെ അങ്ങ് ഭാമ പപ്പിക്കുട്ടിയെ പിടിച്ച് പറയുമ്പോൾ തിരുമേനി ചോദിക്കുകയാണ്, അതെന്താ സത്യാമ്മ അങ്ങനെ പറയുന്നത്? അത് നല്ലൊരു ജോലിയല്ലേ, അതിനിപ്പോൾ എന്താ കുഴപ്പം? അധികാരചക്രം തിരിക്കുന്ന ജോലിയല്ലേ കളക്ടർ, നാടിനെ ഭരിക്കും എന്നങ്ങനെ പറയുമ്പോൾ അതൊക്കെ വലുതായതിനു ശേഷമല്ലേ, അതൊക്കെ അപ്പം നോക്കാം എന്ന് പറഞ്ഞിട്ട് വാന്നും പറഞ്ഞ് സത്യയെ പിടിക്കുകയാണ്. സത്യയല്ല, പപ്പിയെ പിടിക്കുകയാണ്. തുടർന്ന് പപ്പി സത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പോയിട്ട് വരാം മോളെ എന്ന് പറഞ്ഞിട്ട് തലയിലും കവിളിലും ഒക്കെ തലോടിയിട്ട് സത്യഭാമ പപ്പിയും കൊണ്ടങ്ങ് പോവുകയാണ്. പിറകെ ശ്യാമയും പോകുന്നുണ്ട്. തുടർന്ന് സത്യയെ നോക്കിയിട്ട് വിഷ്ണു ഇങ്ങനെ സത്യയുടെ അടുത്തേക്ക് ഇങ്ങനെ മുട്ടുകുത്തി ഇരുന്ന ശേഷം അപ്പോൾ പോട്ടെ, അപ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. അന്നേരം സത്യ അതേപോലെ കൊടുത്ത് കൈ ഇങ്ങനെ പിടിച്ച് കുലുക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ കുഞ്ഞിൻ്റെ തലയിലും കവിളിലും ഒക്കെ ഇങ്ങനെ തലോടിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് ഒരു വിഷമം പോലെ കുഞ്ഞിനെ പിരിയുമ്പോൾ. എന്നിട്ട് വിഷ്ണു അങ്ങ് പോവുകയാണ്. വിഷ്ണു പോകുന്നത് സത്യയാണെങ്കിൽ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് നോക്കി സത്യ നിന്നങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് അവരൊക്കെ പോയ ശേഷം ശാലിനിയാണെങ്കിൽ സത്യകുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. തുടർന്ന് തിരുമേനി അർച്ചനയുണ്ട് എന്ന് പറയുമ്പോൾ മോളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ എന്നിങ്ങനെ പറയുകയാണ്. പുണർദം നക്ഷത്രം എന്നിങ്ങനെ പറയുമ്പോൾ തിരുമേനി പറയുകയാണ്, അതിശയമായിരിക്കുന്നു, അപ്പോൾ സത്യഭാമയെ നിർത്തി പൊരിപ്പിച്ചത് വേറൊരു സത്യഭാമ തന്നെയാണല്ലേ എന്ന്. അന്നേരം സത്യകുട്ടി പറയുകയാണ്, അമ്മേ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടിയുടെയും നാള് പുണർദം ആണ് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ മോള് അടങ്ങി നിന്ന് പ്രാർത്ഥിക്ക്, സ്കൂളിലെത്താൻ വൈകും എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്, മോൾക്ക് വലുതാകുമ്പോൾ ആരാകണമെന്നാണ് ആഗ്രഹമെന്ന്. അന്നേരം അമ്മയെപ്പോലെ വലിയൊരു ഓഫീസർ എന്ന് പറയുകയാണ്. എങ്കിൽ മോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് തിരുമേനിയോട് അർച്ചന ചെയ്തുകൊണ്ട് വരാൻ പറയുമ്പോൾ റെസിപ്റ്റുമായിട്ട് തിരുമേനി അകത്തേക്ക് പോകുന്നുണ്ട്. അവരവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്.
തുടർന്ന് സത്യഭാമയും വിഷ്ണുവും പിന്നെ ശ്യാമയും കൂടി കുട്ടിയെയും കൊണ്ട് സ്കൂളിലെത്തുന്നുണ്ട്. പ്രിൻസിപ്പലിൻ്റെ റൂമിലിരിക്കുകയാണ്. തുടർന്ന് ഇത് സത്യഭാമയുടെ കൊച്ചുമകളാണ് എന്നുള്ളൊരു പരിഗണന പപ്പിക്കുട്ടിക്ക് ഇവിടെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ ആർക്കും അങ്ങനെ പ്രത്യേക പരിഗണനയൊന്നുമില്ല. എല്ലാ സ്റ്റുഡൻസും നമുക്ക് ഒരുപോലെയാണ് എന്നിങ്ങനെ പ്രിൻസിപ്പൾ അർത്ഥം മുറിച്ച് പറയുകയാണ്. അന്നേരം ഇതുപോലെയുള്ളൊരു സ്കൂളിലല്ല എൻ്റെ മോള് പഠിക്കേണ്ടത്. പിന്നെ സ്കൂളിന് വീട്ടിൽ നിന്ന് അടുത്തായതുകൊണ്ടും പിന്നെ ടീച്ചേഴ്സിനെ കുറിച്ചും സ്റ്റാഫിനെ കുറിച്ചും നല്ല അഭിപ്രായമായതുകൊണ്ടൊക്കെയാണ് ഞങ്ങളിവിടെ ചേർത്തത്. ഒരു നിമിഷം പോലും ഇവളെ ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നിങ്ങളെല്ലാവർക്കും ഒരേപോലെ പരിഗണന കൊടുത്തോളൂ. പക്ഷേ പപ്പിക്കുട്ടിയുടെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടായാൽ ഒരു കാടിളകി വരും എന്നുള്ളത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിൽ കുറിച്ചോളൂ എന്നിങ്ങനെ പറയുമ്പോൾ പ്രിൻസിപ്പലിൻ്റെ മുഖം ചെറുതൊന്നും മങ്ങുകയാണ്. അവിടെ വേറൊരു സ്റ്റാഫും നിൽപ്പുണ്ട്. പക്ഷേ വിഷ്ണുവിന് ആ സത്യഭാമ പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വിഷ്ണു ഇങ്ങനെ തല ഉനിച്ചിരിക്കുകയാണ്. അന്നേരം പ്രിൻസിപ്പൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ തരാം എന്നിങ്ങനെ പറയുകയാണ്. അനീഷ അവിടെ നിന്ന് സ്റ്റാഫിനോട് മോളെ ക്ലാസ് കൊണ്ട് കാണിക്കാൻ പറയുമ്പോൾ ബാഗ് അങ്ങ് വാങ്ങിക്കുകയാണ്. അന്നേരം വല്യച്ഛൻ ഞാൻ പോയിട്ട് വരാമെന്നെങ്കിൽ ടാറ്റ എന്ന് പറയുകയാണ്. വല്യച്ഛൻ തന്നെ വൈകിട്ട് തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരണമെന്ന് പറഞ്ഞു വരാടി എന്ന് പറയുകയാണ്. അന്നേരം വല്യച്ഛൻ തന്നെ വരണമെന്നും പറഞ്ഞ് ഒന്നുകൂടി നിർബന്ധപ്പെടുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ എല്ലാം ശ്രദ്ധിച്ചിട്ട് വരാം മോളെ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അമ്മയെ ബൈ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയെ ബൈ എന്നൊക്കെ പറയുകയാണ്. സത്യഭാമ ഒരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടിയും കൊണ്ട് സ്റ്റാഫ് ക്ലാസ് കാണിക്കാനായിട്ട് പോവുകയാണ്. തുടർന്ന് പ്രിൻസിപ്പലിനോട് സത്യഭാമ പറയുന്നുണ്ട് ഈ സ്കൂളിൻ്റെ സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട്. വാഷ്റൂമും ഡൈനിങ് ഹാളും എല്ലാം പരിസരമൊക്കെ അതിന് മാനേജ്മെൻറ്റിനെയോ PTA ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട. പിള്ളയെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഒരു എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചിരുന്നാൽ മതി. മഴക്കാലം കഴിയുമ്പോൾ നമുക്കങ്ങ് തുടങ്ങാമെന്ന് പറയുകയാണ്. അന്നേരം അത് ശരിയെന്ന് പ്രിൻസിപ്പളും പറയുന്നുണ്ട്. തുടർന്ന് പപ്പിക്കുട്ടി ആ സ്റ്റാഫ് ക്ലാസ് കൊണ്ടുപോയി കാണിക്കുകയാണ്. അതിനുശേഷം ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് സീറ്റിൽ തന്നെ ഇരുത്തുകയാണ്. മോൾ ഇവിടെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. പിൻ ബെഞ്ചിൽ ഇരിക്കേണ്ടെന്ന് പറയുകയാണ്. അന്നേരം ആ തലകുലിക്ക് സമ്മതിച്ച് പപ്പിക്കുട്ടി ക്ലാസ്സൊക്കെ നോക്കി ഇരിക്കുകയാണ്. ഇതേസമയം ശാലിനി സത്യക്കുട്ടിയും കൊണ്ട് സ്കൂളിൽ എത്തുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുട്ടി ഇങ്ങനെ സ്കൂളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ബാഗിൽ നിന്നും ഒരു ഫോൺ എടുത്ത് സത്യയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം സാധാ ഫോണാണത്, സ്മാർട്ട് ഫോണൊന്നുമല്ല. അന്നേരം ഇതാണോ അമ്മേ ഫോൺ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഫോൺ എന്ന് പറയുന്നത് വിളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ മാത്രമുള്ളതാണ്. ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ആർഭാടമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ സ്കൂൾ ടൈമിൽ മാത്രമേ പുറത്തെടുക്കാവൂ, ആരെയും കാണിക്കരുത്. അത്യാവശ്യമുണ്ട് സ്കൂൾ ടൈമിൽ പുറത്തെടുക്കരുത്, അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവൂ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഈ കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒന്നും കാലത്ത് ഫോൺ പോലും കണ്ടിട്ടില്ല, നമ്മുടെ വീട്ടിൽ പോലും ഫോൺ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ ദാരിദ്ര്യം എന്ന് പറഞ്ഞ് സത്യക്കുട്ടി കൈ വയ്ക്കുകയാണ്. അന്നേരം അമ്പടി എന്നും പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സത്യയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം പപ്പിക്കുട്ടിയെ ക്ലാസ്സിൽ കൊണ്ടാക്കിയ ആ ടീച്ചറുണ്ടല്ലോ, ആ ടീച്ചർ ക്ലാസ്സിൻ്റെ വെളിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. കുമാരേട്ട ബെഡ് കോഫി ഡൈനിങ് ഹാളിൽ എടുത്ത് വച്ചിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫോണിലങ്ങ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് സത്യയും കൊണ്ട് ശാലിനി ആ ക്ലാസ് റൂമിൻ്റെ അടുത്തേക്ക് വരുന്നത്. തുടർന്ന് അമ്മയെ അങ്ങോട്ട് നോക്കി, അമ്മയല്ലേ പറഞ്ഞത് സ്കൂളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അന്നേരം അത് ടീച്ചറല്ലേ എന്ന് പറയുമ്പോൾ ടീച്ചർക്ക് എന്താ, ടീച്ചറല്ലേ കുട്ടികൾക്ക് മാതൃകയാവേണ്ടത് എന്ന് അമ്മയല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇവളുടെ ഒരു കാര്യമെന്നും പറഞ്ഞിട്ട് കുട്ടിയെയും കൊണ്ട് പിന്നെ ഈ ടീച്ചറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ശാലിനിയെ കാണുമ്പോൾ ഈ ടീച്ചറിന് മനസ്സിലാവുന്നുണ്ട് കളക്ടറാണ് എന്നുള്ളതൊക്കെ മിസ്സിനെ നേരത്തെ അറിയാം. അന്നേരം ഗുഡ് മോർണിംഗ് മാം എന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുകയാണ്. ഗുഡ് മോർണിംഗ് സത്യക്കുട്ടി എന്ന് കുട്ടിക്കും പറയുന്നുണ്ട്. അന്നേരം മാം തന്നെ വന്നോ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട്, ഒരു കളക്ടറൊക്കെ കുട്ടിയെ കൊണ്ടുവിടാനായിട്ട് സ്കൂളിൽ വരിക എന്നും പറഞ്ഞ് ഈ മിസ്സങ്ങ് അന്തമിട്ടേക്കാണ്. അന്നേരം കളക്ടറല്ല, എൻ്റെ മകളാണ്, അപ്പോൾ മകളെ കൊണ്ടുവരാനായിട്ട് അവളുടെ അമ്മയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കളക്ടറാണ് എന്നുള്ളത് ഒരു പരിഗണന എൻ്റെ കുട്ടിക്ക് കൊടുക്കണ്ട, എല്ലാ കുട്ടികളെയും കാണുന്നത് പോലെ ഒരു സർക്കാർ ജോലിക്കാരിയുടെ മകൾ, ആ ഒരു പരിഗണന, ആ ഒരു ഇത് മാത്രം മതി. സർക്കാർ ജോലിയും എന്ന് പറയുക കളക്ടർ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലിയാണല്ലോ എന്നും പറഞ്ഞ് ശാലിനി സംസാരിക്കുകയാണ്. തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി രക്ഷകർത്താക്കൾ സമയം കണ്ടെത്തുക തന്നെ വേണം. വൈകിട്ട് ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വരുമെന്ന് പറയുമ്പോൾ ഈ തിരക്കിനിടയിൽ മാഡം എങ്ങനെ സമയം കിട്ടുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം മക്കളുടെ കാര്യത്തിന് വേണ്ടി രക്ഷിതാക്കൾ സമയം നീക്കി വെക്കണം, അതൊക്കെ നല്ല നല്ല ഓർമ്മകളും ഒരിക്കൽ കിട്ടുന്ന ഭാഗ്യങ്ങളും ഒക്കെയാണെന്ന് പറയുമ്പോൾ ഈ മിസ്സ് പറയുന്നുണ്ട് ഇതുപോലൊരു മോട്ടിവേഷൻ ക്ലാസ് എല്ലാ രക്ഷകർത്താക്കൾക്കും കൊടുക്കാനുള്ളത് തന്നെയാണ്. പറ്റുമെങ്കിൽ മാഡം ഒത്തിരി സമയം നീക്കി വെച്ചാൽ ഞാൻ പ്രിൻസിപ്പലിനോട് പറയാം, ഒരു ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും വേണ്ട, ഇതൊക്കെ പ്രാവർത്തികമാക്കാനാണ് പാട്. പറയാൻ എല്ലാവർക്കും ക്ലാസ് എടുക്കാനും ഒക്കെ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനാണ് പാടെന്ന് പറയുമ്പോൾ മാഡം എന്താ അങ്ങനെ പറഞ്ഞതെന്ന് മിസ്സ് ചോദിക്കുകയാണ്. അന്നേരം ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് മാഡം മിസ്സ് തെറ്റിദ്ധരുത്തിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാമെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം എന്തായാലും പറഞ്ഞോളൂ മാഡം എന്ന് പറയുമ്പോൾ ഈ സ്കൂൾ ടൈമിൽ ഫോണിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കണം, സ്കൂളിലെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ സ്കൂളിലേക്ക് കെട്ടിവലിച്ച് കൊണ്ടുവരരുത്, അതേപോലെ സ്കൂൾ എടുത്തുകൊണ്ട് വീട്ടിലേക്കും പോകരുത്, സ്കൂളിലെ കാര്യം സ്കൂളിലും വീട്ടിലെ കാര്യം വീട്ടിലും തന്നെ തീർക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അത് മാഡം എന്ന് വിചാരിക്കരുത്, ഹസ്ബൻഡ് പോലീസിലാണ്, മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും, അപ്പോൾ ഞാൻ വരുന്ന
ഉറങ്ങുന്ന സമയങ്ങളിൽ ഉറക്കമായിരിക്കും. അപ്പോൾ എഴുന്നേറ്റ ശേഷം ആളൊരു മടിയനാണ്, എല്ലാത്തിനും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ മിസ്സ് പറയുമ്പോൾ ഈ ബുദ്ധിമുട്ട് അല്പം അകന്ന് നിൽക്കുമ്പോഴേ അതൊക്കെ മനസ്സിലാവൂ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് സത്യകുട്ടിയോട് യാത്രയൊക്കെ പറയുകയാണ്. അന്നേരം ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ശാലിനി അങ്ങോട്ട് തിരിയുമ്പോൾ ഈ മിസ്സിൻ്റെ ഫോൺ വീണ്ടും അടിക്കുകയാണ്. അന്നേരം മിസ് ഇങ്ങനെ ശാലിനി നോക്കുകയാണ്. അന്നേരം എടുത്തോ എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ വീണ്ടും എടുത്തിട്ട് കുമാരേട്ട കോഫി ഇവിടെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ മിസ് അങ്ങ് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കളക്ടറെ മോളെ ക്ലാസ്സിലേക്ക് കയറ്റാൻ പോവുകയാണെന്ന് പറയുമ്പോൾ സത്യം ഇങ്ങനെ മിസ്സിനെ നോക്കുകയാണ്. അന്നേരം അയ്യോ കളക്ടറെ മോളല്ല, ഒരു സർക്കാർ ജോലിക്കാരിയുടെ മകൾ എന്നിങ്ങനെ മിസ് തിരുത്തി പറയുകയാണ്. ഇതേസമയം ക്ലാസ്സിനകത്തിരുന്ന പപ്പുക്കുട്ടിയാണെങ്കിൽ ബാഗിൽ നിന്നും പിന്നെ വാട്ടർ ബോട്ടിലെടുത്ത് അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് നോക്കുമ്പോൾ അയ്യോ ഇതിൽ വെള്ളം ഇല്ലല്ലോ, പൊന്നിയാൻറ്റി വെള്ളം വയ്ക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു, പുറത്ത് പോയി വെള്ളം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ഈ കുട്ടി ക്ലാസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വെള്ളം എടുക്കാനായിട്ട് നടക്കുകയാണ്. നടക്കുമ്പോൾ ക്ലാസ്സിൻ്റെ പകുതി എത്തുമ്പോൾ ഒരു ആൺകുട്ടി ഇത്തിരി ഗൗരവഭാവത്തിലേക്ക് വരികയാണ്. എന്നിട്ട് പപ്പിക്കുട്ടി അങ്ങോട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ പപ്പിക്കുട്ടി ആണ് തട്ടുന്നത്. അന്നേരം സോറി എന്നിങ്ങനെ പറയുമ്പോൾ സോറിയോ നിൻ്റെ മുഖത്തെന്താ കണ്ണില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കുട്ടി ഈ പപ്പിക്കുട്ടിയാണെങ്കിൽ പേടിച്ച് ആൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നീ ഈ ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഓർമ്മ വേണം കേട്ടോ, പോ എന്ന് പറയുമ്പോൾ പപ്പി ഒന്നും മിണ്ടാതെ അങ്ങ് പുറത്തേക്ക് വെള്ളം എടുക്കാനാ പോകുന്നുണ്ട്. അന്നേരം ഈ ആൺകുട്ടിയാണെങ്കിൽ വന്ന് പപ്പി ഇരുന്ന് ആ സീറ്റിലേക്ക് തന്നെ ഇരിക്കുകയാണ്. അന്നേരം അടുത്തിരുന്ന വേറൊരു കുട്ടി പറയുകയാണ്, ആ സീറ്റിൽ വേറൊരു കുട്ടിയാണ് ഇരുന്നതെന്ന്. അന്നേരം വേറൊരു കുട്ടിയോ, ഏത് കുട്ടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടിയുടെ ദേഹത്ത് ഇപ്പോൾ ഒരു കുട്ടി തട്ടിയില്ലേ, ആ കുട്ടി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആഹാ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് പപ്പിക്കുട്ടിയുടെ ബാഗ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് നല്ല ബാഗ് ഇത് ഇവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് ഫ്രണ്ടിലേക്ക് താറയിലേക്ക് ഒരു എയർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ആൺകുട്ടിയാണെങ്കിൽ എഴുന്നേറ്റ് ആ ഫ്രണ്ടിൽ ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്തായിട്ട് നിന്നിട്ട് ഇനി നമുക്ക് വ്യക്തമായിട്ടൊന്ന് പരിചയപ്പെടാമെന്ന് പറഞ്ഞ് ഡെസ്കും പുറത്ത് ഇങ്ങനെ ഇട്ട് അടിക്കുകയാണ്. ഞാൻ ലിജോ, ഈ ലിജോ ഉള്ളിടത്ത് ലിജോ പറയുന്നത് പോലെ എല്ലാവരും കേട്ടോളണം, അതാണ് നിയമം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരട്ടി എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയാണ്. തുടർന്ന് എല്ലാവരും ഒക്കെ ഇരിക്കുകയാണ്. തുടർന്ന് ഈ സീറ്റിലേക്ക് അങ്ങ് ലിജോ ഇരിക്കുന്നുണ്ട്. അതേസമയം വെളിയിൽ മിസ്സ് വീണ്ടും ഹസ്ബൻഡിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുമാരേട്ട ടൂത്ത് ബ്രഷ് പിന്നെ വാഷ്റൂമിൽ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ഇല്ല എന്നിങ്ങനെ തിരിച്ച് പറയുമ്പോൾ അത് വാഷ് ബേസിൻ്റെ അവിടത്ത് കാണും, ഡൈനിങ് ഹാളിലടുത്തെ വാഷ് ബേസിൻ എന്നൊക്കെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യമാണെങ്കിൽ ബാഗും പിടിച്ച് മിസ്സിനെ ശ്രദ്ധിച്ച് തന്നെ ക്ലാസ്സിൻ്റെ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. ഇതേസമയം പപ്പിക്കുട്ടിയാണെങ്കിൽ വാട്ടർ ബോട്ടിൽ വെള്ളവുമായിട്ട് തിരികെ വരികയാണ്. തിരികെ വരുമ്പോൾ ലിജോ ആ സീറ്റിൽ ഇരിക്കുന്നു. അങ്ങനെ പപ്പിക്കുട്ടി ലിജോയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമേ ഉള്ളൂ ഫസ്റ്റ് ഈ നാളത്തെ എപ്പിസോഡ്. പക്ഷേ മറ്റന്നാളത്തെ എപ്പിസോഡിൽ ഈ കുട്ടിയെ പിടിച്ച് തള്ളുകയോ അങ്ങാണ്ട് ചെയ്യും. പപ്പിക്കുട്ടിയെ പിടിച്ച് തള്ളും ഈ ലിജോ. അപ്പോഴത്തേക്ക് സത്യഭാമയാണ് വരുന്നത്, സത്യക്കുട്ടിയാണ് വരുന്നത്. സത്യക്കുട്ടി വന്ന് പപ്പിക്കുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് ഈ ലിജോയെ വരട്ടും. അപ്പോൾ ലിജോ ആകെ പേടിച്ചു പോവും. ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്യഭാമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബെഞ്ചിൻ്റെ മുകളിലിരുന്നിട്ട് കാലും കയറ്റിയിരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡാണ്. ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.